ഇത് എണ്ണക്കമ്പനിയായ BPCL വിവരാവകാശ നിയമപ്രകാരം നൽകിയ രേഖയാണ്. 2011-12 സാമ്പത്തിക വർഷത്തിൽ 66,590 മെട്രിക് ടൺ പെട്രോളും 1,05,120 മെട്രിക് ടൺ ഡീസലും BPCL കയറ്റുമതി ചെയ്തു. പെട്രോളിന്റെ കയറ്റുമതി വില ലിറ്ററിന് 39 രൂപ 6 പൈസയും ഡീസലിന് 34 രൂപ 43 പൈസയും. എന്നാൽ അക്കാലത്ത് ആഭ്യന്തര വിപണിയിൽ ഇവർ പെട്രോൾ വിറ്റത് 65 രൂപയ്ക്കും ഡീസൽ വിറ്റത് 40 രൂപയ്ക്കും. നഷ്ടത്തിലാണെന്ന് ആവർത്തിച്ച് പറയുന്ന എണ്ണ കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ വില കൂടുതൽ കിട്ടുമെന്നിരിക്കെ എന്തിന് കയറ്റുമതി ചെയ്യുന്നുവെന്നാണ് ചോദ്യം. വിദേശ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ വരുന്ന വിലയുമായി താരതമ്യം ചെയ്തുള്ള ഇമ്പോർട്ട് പാരിറ്റി പ്രൈസ് നോക്കിയാണ് നഷ്ടക്കണക്ക് എണ്ണ കമ്പനികൾ നിരത്തുന്നത്. ഇമ്പോർട്ട് പാരിറ്റി പ്രൈസിൻ്റെ പോളിസിയിലേക്ക് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ 36 രൂപക്കോ 37 രൂപക്കോ റിഫൈനറിയുടെ ഗേറ്റ് പ്രൈസ് ആവേണ്ടിയിരുന്ന ആ റേറ്റ് നേരെ 48 രൂപക്കോ 49 രൂപയിലേക്കോ മാറുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇമ്പോർട്ട് പാരിറ്റി പ്രൈസ് പിന്തുടരേണ്ടതില്ല. 2001 വരെ യഥാർത്ഥ വില അനുസരിച്ചാണ് രാജ്യത്ത് വില നിർണ്ണയിച്ചിരുന്നത്. റിലയൻസ്, SR പോലുള്ള സ്വകാര്യ എണ്ണ കമ്പനികൾ രംഗത്തെത്തിയതോടെയാണ് വില നിർണ്ണയത്തിനായി ഇമ്പോർട്ട് പാരിറ്റി പ്രൈസ് അവലംബിക്കാൻ തുടങ്ങിയത്. സ്വകാര്യ കമ്പനികൾക്ക് വൻ ലാഭമുണ്ടാക്കാൻ വഴിയൊരുക്കുകയാണ് ഇതുവഴി ചെയ്തതെന്നാണ് ആരോപണം. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി.